ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ചപ്പാത്തിയും ബീഫ് കറിയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ജേണലൊക്കെ ചെയ്താലോ എന്ന്. അപ്പോൾ ഞാൻ ജേണൽ ബുക്കും സപ്ലൈസും എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ജേണൽ ബുക്കിൻ്റെ സെൻറ്റർ പേജിനെടുത്ത് ഓരോന്നായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. ഈ ജേണൽ സപ്ലൈസും ബുക്കും ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കടൽ ക്ലൗഡിൻ്റെ ഫാനായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ കടൽ ക്ലൗഡിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ ഞാൻ കടൽ ക്ലൗഡ് ഇങ്ങനെ ഒരു വിൻറ്റേജ് ജേണൽ സപ്ലൈസിൻ്റെ വീഡിയോ ഇടുന്ന കണ്ടു. അപ്പം ഞാനതിങ്ങനെ അതുപോലെ ഞാൻ ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സപ്ലൈസും ബുക്കും. എനിക്ക് ആ ചേച്ചീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ ചേച്ചീൻ്റെ ഇങ്ങനെ നോക്കി ചെയ്യുന്നില്ലേ. അപ്പോൾ ഞാനിതുപോലെ ചാനൽ തുടങ്ങിയാൽ എൻ്റെതും ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ നോക്കി ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പം അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ് ഈ ഒരു ചാനൽ. അപ്പോൾ അതുപോലെയുള്ള സപ്ലൈസും ബുക്കും കണ്ട് നിങ്ങളാരും നെഗറ്റീവും പോസിറ്റീവും അടിക്കാറില്ലേ. അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ് ഈ ഒരു ചാനൽ. അപ്പോൾ ഞാൻ ഒരു പാറ്റേൺ പേപ്പർ എടുത്തിട്ട് കിരീട്ടൊരു വിൻറ്റേജിൻ്റെ ഇതിലായിട്ട് ഞാൻ സെൻറ്റർ പേജിൽ തന്നെ 2 പേജിലാണ് ഞാൻ ചെയ്യുന്നത്, ഒറ്റ ഇതാക്കിയിട്ട്. അപ്പോൾ സൈഡിലും മറ്റേതൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ കോയിൻ സ്റ്റിക്കേഴ്സിൽ 3 കളറില്ലേ. അപ്പോൾ ഞാൻ 3 കളറിലും ഉള്ള ഓരോ കോയിൻ സ്റ്റിക്കറും ഞാൻ അതിലൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിങ്ങനെ നോക്കിയപ്പോൾ ലാബിലുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു ഇതുവരെയായിട്ട് എനിക്ക് ഈ ലാബിൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് ആ ലാബിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ലാബിൽ ഒന്ന് ഈ ഒരു ജേണൽ ഒട്ടിച്ചാൽ വിചാരിച്ചു. ഞാൻ അതെടുത്ത് സെക്കൻഡ് പേജിൽ ഞാൻ മുകളിലായിട്ട് ഈ സൈഡിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ സൈഡിൽ ഞാനൊരു ഭംഗിക്കായിട്ട് ഞാൻ ഒരു ഫ്ലവർ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുത്തു. ഇനി ഞാൻ ഇപ്പോൾ ജേണൽ ചെയ്ത് ആകെ ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റാമ്പ് എടുത്ത് ഞാൻ സെക്കൻഡ് പേജിൽ അടിയിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാനൊരു ഗ്രിൽ ലൈനൊക്കെ വരച്ചിട്ടുള്ളൊരു വാഷി ടേപ്പ് ഉണ്ടായിരുന്നു, അതും ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കടത്തുന്ന ഈ ഒരു സംഭവം ഞാൻ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ സ്റ്റിക്കർ ഇല്ലേ, അപ്പം ഞാൻ അതും കൂടിയും അതിൻ്റെ ആ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു. ഞാൻ അത് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഞാൻ അതിൽ ബേൺഡ് പേപ്പർ ഉണ്ടായിരുന്നു, അത് ഒട്ടിച്ചു കൊടുക്കണം വിചാരിച്ചു. പിന്നെ വേണ്ട വിചാരിച്ചു, ഓവറാവണ്ടല്ലോ വിചാരിച്ചു. പിന്നെ ഞാനതിൽ കുറച്ച് കോഡ്സ് ഒട്ടിച്ചു കൊടുത്തു. അപ്പം നമ്മളെ ജേണലിൻ്റെ ഫൈനലി ലുക്കാണിത്. ഇപ്പോൾ ഇഷ്ടമായോ? അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ജേണൽസും ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഫസ്റ്റ് ഞാൻ ചെയ്ത ഒരു ജേണലാണ് ഇത്, ഈ ബുക്കിൽ. പിന്നെ ഞാൻ ചെയ്തത് ഇതായിരുന്നു. പിന്നെ തേർഡ് ആഡ് ചെയ്തതായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വിൻറ്റേജ് തീം എൻ്റെ ജേണലിൽ ഓരോ തീമും എൻ്റെ ഫേവറേറ്റ് തീം എന്ന് വെച്ചാൽ ഈ ഒരു വിൻറ്റേജ് തീമാണ്. പിന്നെ ഞാൻ ഇന്ന് ചെയ്തത് ഇതുമാണ്. പിന്നെ ഞാൻ ഇന്ന് ചെയ്യുന്നതിന് മുന്നേ ചെയ്തൊരു ജേണൽ ഇതും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഇനി അത്. അങ്ങനെ ഗൈസ്, നമ്മളെ ജേണൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു പുറത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നല്ലൊരു കാഴ്ച കണ്ടത്. അപ്പോൾ നിങ്ങളുടെ കൂടെ കാട്ടാൻ വിചാരിച്ചു. നിങ്ങൾക്കും ഞാനത് കാട്ടി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഉമ്മ കുഴിച്ചിട്ട ഒരു ബുഷായിരുന്നു അത്. പിന്നെ ഇത് ഞങ്ങൾ കുഴിച്ചിട്ട് ഉണ്ടായ ഒരു ബുഷായിരുന്നു.
പിന്നെ ഞാനിങ്ങനെ മുറ്റത്ത് കയറി ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഉമ്മ അടുക്കളയിൽ മാങ്ങ സുറുക്കിയിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ഒന്നെടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ മാങ്ങയൊക്കെ സുറുക്കിയിട്ട്. മാങ്ങ മാത്രമല്ല, എനിക്ക് എന്തും ഈ സുറുക്കിയിലിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാനത് ഇങ്ങനെ തിന്നുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഉപ്പിലിട്ടത് കാരണം. അതിനനുസരിച്ച് എൻ്റെ വായിൽ പുണ്ണുണ്ട് എനിക്ക്. അങ്ങനെ പിന്നെ ഒരു ഉച്ചയ്ക്കായപ്പോൾ ഉമ്മ എനിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നു തന്നു. വെണ്ടക്ക കറിയും ഫിഷ് പൊരിച്ചതും ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുളിച്ചിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പ്രൊജക്റ്റ് തയ്യാറാക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് അതിൻ്റെ പരിപാടിക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഒരു വൈകുന്നേരം ഞാൻ ഉറങ്ങി നീച്ചിട്ടിരുന്നു. കുറച്ച് A4 എടുത്ത് വന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡിലൂടെ മാർക്കായിട്ട് ഇങ്ങനെ വരകൾ ഇങ്ങനെ വരച്ചു കൊടുത്തു. പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും, സ്കൂൾ തുറന്ന പിന്നെ പ്രൊജക്റ്റ് അസൈൻമെൻറ്റോടെ ആയിരിക്കും. അപ്പോൾ അതിൽ പെട്ടതാണ് ഈ ഒരു പ്രൊജക്റ്റ്. ഞാനിപ്പോൾ പെൻസിൽ കൊണ്ടാണ് വരച്ചിട്ടുള്ളത്. പിന്നെ ഞാനത് സ്കെച്ച് കൊണ്ടൊക്കെ വരച്ചാണ്ട് ഭംഗിയാക്കും. കാരണം ഇത് ഫ്രണ്ട് പേജാണ്, ഫ്രണ്ട് പേജത്തെ സെക്കൻഡാമത്തെ പേജ്. അപ്പോൾ ഒരു ഭംഗി വേണ്ടേ, അപ്പോൾ ഞാനങ്ങനെ ആക്കി വിചാരിച്ചു. പിന്നെ ഞാൻ ഒരു ജെൽ പെൻ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഹെഡിങ് ചെയ്ത് കൊടുത്തു. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ അതിലും പോയിട്ട് ഫോളോ ചെയ്യണം, ഇതിലും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇതുപോലെയും ക്രാഫ്റ്റ് വീഡിയോസ് നിങ്ങൾ പറയുന്നതായിട്ടുള്ളതും ഞാൻ കുറേ അങ്ങനെ വിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ലൈക്കും സബ്സ്ക്രൈബും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ പരമാവധി എൻ്റെ കൂടെ ഉണ്ടപ്പം എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ചാനലിൽ ഞാനും നിങ്ങളും ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ഹെഡിങ് മുകളിൽ തന്നെ എഴുതി കൊടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ ഓരോന്ന് സബ്മിറ്റഡ് ബൈ എൻ്റെ പേര്, പിന്നെ അതിൻ്റെ മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അത്, അങ്ങനെ പിന്നെ ഞാൻ ക്ലാസ് അങ്ങനത്തെ കുറേ സംഭവംസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എഴുതി കൊടുത്തു. ഫ്രണ്ട് പേജിൽ ഞങ്ങൾ അങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെയാണ് ഞങ്ങൾ ആ ഒരു എന്തൊക്കെ എഴുതേണ്ടത്, കൺക്ലൂഷൻ, അനാലിസിസ്, അതൊക്കെ പിന്നെയാണ് ഞാൻ എഴുതി കൊടുത്തത്. ഫ്രണ്ട് പേജിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സൈഡിലൂടെ വരയിലൂടെ കുറച്ച് മിനുക്കത്തിന് ഞാൻ സ്കെച്ച് കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് കളറിലെ പർപ്പിളും ബ്ലൂ ആണ് എടുക്കുന്നത്. എനിക്ക് ക്യാൻഡി തീംസിലുള്ള കളറിനോടാണ് ഒന്നും കൂടിയും എനിക്കിഷ്ടം. പിന്നെ ബ്ലാക്കും വൈറ്റും, ആദ്യം ബ്ലാക്കും വൈറ്റുമാണ്, പിന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ കുറേ പേസ്റ്റൽ ക്യാൻഡി കളേഴ്സിനോടൊക്കെ താല്പര്യം. പിന്നെ ഞാൻ പർപ്പിളും ബ്ലൂവും എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ആ സ്കൈ ബ്ലൂ ആ മാർജിനിലൂടെ ഇത്തിരി ഇടവിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഇടവിട്ടതിലൂടെ ഞാൻ ബ്രൗണും വരച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായിരിക്കും അല്ലേ? അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ ഫ്രണ്ട് പേജ്. അപ്പം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യണം. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു, ഞാൻ നിസ്കരിച്ചു. പിന്നെ ഞാൻ ഖുർആൻ ഓതി കഴിഞ്ഞപ്പോൾ ഉമ്മ എനിക്ക് പാൽവാഴക്ക കൊണ്ടുവന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാൽവാഴക്ക. എനിക്ക് ചെറുപ്പം മുതലേ ഈ നോമ്പൊക്കെ തുറക്കുമ്പോൾ ഉമ്മ ഉണ്ടാക്കി തരും. ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു, അതും എഴുതി. അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള അടുത്ത